അദ്ദേഹത്തിൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ, തൊട്ടടുത്തുള്ള ഒരു മുസ്ലിം പള്ളി, ഒരു ക്രിസ്ത്യൻ ചർച്ച്, സൗഹൃദത്തോടെ സ്നേഹത്തോടെ ജീവിച്ച ഒരു കാലത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആ കാലത്ത് നിന്ന് നമ്മളിപ്പോൾ ഏതൊരു കാലത്തിലേക്കാണ് തലകുത്തി വീണിരിക്കുന്നത് എന്നാലോചിക്കാനുള്ള ഒരു സന്ദർഭം മാത്രമായി. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പകരം ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു ചരിത്ര പ്രതിഭ എന്ന അർത്ഥത്തിൽ അദ്ദേഹം ചരിത്രത്തെ കണ്ടത് നമ്മുടെ ജീവിതം തന്നെയായിട്ടാണ്. ചരിത്രം ആ വിധം അനുവദിക്കപ്പെടാൻ പാടില്ല എന്ന് നിർഭയം അധികാരത്തിന്റെ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറഞ്ഞ അപൂർവം ചരിത്ര പ്രതിഭകളിൽ ഒരാളാണ് ഡോക്ടർ കെ.എൻ. പണിക്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആശയപരമായി മാത്രമല്ല ശാരീരികമായും പലതരം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ പോലും അപകടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുണ്ടായി. ബാബറി പള്ളി പൊളിച്ചത് ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് നേരിട്ട ഏറ്റവും വലിയ ഗുരുതരമായ പരിക്കാണ് എന്ന് ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമല്ല, ഇന്ത്യൻ നവഫാസിസ്റ്റുകളുടെ ബാബറി പള്ളി സംബന്ധമായ എല്ലാ അവകാശവാദങ്ങളും ചരിത്രവിരുദ്ധമാണ്, അതെല്ലാം കെട്ടുകഥകളിലാണ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്, അത് നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ എന്ന മലയാളത്തിലെ ഏറ്റവും ഹൃദ്യമായ, സൂക്ഷ്മാർത്ഥത്തിൽ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ പുളകത്തിൻ്റെ പൂക്കൾ വിടരുന്ന ആ വാക്കുപോലും നമ്മുടെ കൺമുമ്പിൽ വെച്ച് എടുത്തെറിയപ്പെടുന്നൊരു കാലത്താണ് പ്രിയവും സൗഹൃദവും സ്നേഹവും സംവാദവും നമ്മുടെ കാലത്തിൻ്റെ ജീവവായു പോലെ നിലനിൽക്കണമെന്ന് അഗാധമായി ആഗ്രഹിച്ച ഇന്ത്യയുടെ എക്കാലത്തെയും അഭിമാനമായ കെ.എൻ. പണിക്കർ, മതനിരപേക്ഷതയുടെ കാവലാൾ, ബഹുസ്വര സമൂഹത്തിൻ്റെ പിറവിയിലാണ്, ആ സമൂഹത്തിൻ്റെ വളർച്ചയിലാണ്, ആ ബഹുസ്വര സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വമെന്ന് അതിൻ്റെ സൂക്ഷ്മതലത്തിൽ സമസ്ത സങ്കീർണതകളോടെയും തിരിച്ചറിഞ്ഞ സാംസ്കാരിക വിമർശകൻ, ചിന്തകൻ, അധ്യാപകൻ, പ്രഭാഷകൻ, ആക്ടിവിസ്റ്റ് എന്നീ നിലകളിൽ സാർവദേശീയ ദേശീയ മലയാള പശ്ചാത്തലത്തിൽ നിവർന്നു നിന്ന അപൂർവം പ്രതിഭകളിൽ ഒരാളായ ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ വെച്ച് ആലോചിക്കുമ്പോൾ ഭാവിയിലെ ഇന്ത്യക്കാർക്ക് പ്രചോദനം നൽകുന്ന ഒരാളായി തുടരുമെന്നുറപ്പുള്ള ഒരു മഹാപ്രതിഭയെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ ഏതൊരു അനുസ്മരണത്തിനെന്ന പോലെ രണ്ട് ദൗത്യങ്ങൾ അനിവാര്യമായും അതിന് നിർവഹിക്കാനുണ്ടാകും. അതിലൊന്ന്, ആരെയാണോ നാം അനുസ്മരിക്കുന്നത്, ഇവിടെ നാം അനുസ്മരിക്കുന്നത് ഡോക്ടർ കെ.എൻ. പണിക്കരെയാണ്. ഒരാമുഖവും ആവശ്യമില്ല. അദ്ദേഹത്തിന് നമ്മുടെ പ്രത്യേക വിശദീകരണങ്ങൾ ആവശ്യമില്ല. അത്രമേൽ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ചരിത്ര ജീവിതം. അതുകൊണ്ട് അനുസ്മരണത്തിൽ അനുസ്മരിക്കപ്പെടുന്നവർ അവരുടെ സംഭാവനകൾ നാം തീർച്ചയായിട്ടും ഓർക്കണം. അതൊരു അനിവാര്യതയാണ്. രണ്ടാമത്തേത്, അനുസ്മരണം ആവശ്യപ്പെടുന്നത് ഓരോ മനുഷ്യനും ജീവിക്കുന്ന കാലത്തോട് അഭിമുഖമായിരിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് ദൗത്യത്തെയും, സാംസ്കാരിക ദൗത്യത്തെയും ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അതായിരിക്കും അനുസ്മരണത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ആവിഷ്കാരം എന്നാണ് ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ കരുതുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഡോക്ടർ കെ.എൻ. പണിക്കരെ എവിടെ വെച്ചാണ് നാം അനുസ്മരിക്കേണ്ടത്? അനിവാര്യമായും ഒരുപാടിടങ്ങളിൽ വെച്ച് അനുസ്മരിക്കാൻ തക്കവിധം ഒരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. എങ്കിലും ഇവിടെ ഞാൻ തുടങ്ങുന്നത് കലുഷിതമായ കാലം എന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ, പരിമിതമായ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ, പരിമിതമായ എന്ന വിശേഷണം ചേർക്കാൻ കാരണം ആ ആത്മകഥ പൂർണ്ണമല്ല. അത് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ചിന്താ പബ്ലിഷേഴ്സ് പുറത്തിറക്കിയ കലുഷിതമായ കാലം എന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ, ആ വാക്കായിരിക്കും ഉചിതമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഓർമ്മക്കുറിപ്പുകൾക്ക് അദ്ദേഹം നിർദ്ദേശിച്ച അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ ആ തലക്കെട്ട് തന്നെ നമ്മുടെ കാലത്തിൻ്റെ അസ്വസ്ഥതകളെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. അതിലുപരി ഈ കാലത്ത് ജീവിക്കുന്ന നമ്മളെ തന്നെ നമുക്ക് കാണിച്ചു തരുന്ന, നമ്മൾ ഇത്തരം ഒരവസ്ഥയിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ
ഭീകരതകൾ സ്വാഭാവികതകളായി മാറിക്കഴിഞ്ഞാൽ ആ ഭീകരതകളുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരുതരം പ്രവണത കാര്യങ്ങളെ ആഴത്തിൽ അപഗ്രഥിക്കാത്ത മനുഷ്യരിൽ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലം എത്രമേൽ കലുഷിതമാണ് എന്ന് വ്യക്തമാക്കുന്ന തൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ ലോകത്തിലൂടെ വളരെ സംക്ഷിപ്തമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സ്പർശിച്ചുകൊണ്ട് കടന്നു പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഏതൊരു ഓർമ്മക്കുറിപ്പ് പോലെ ആരംഭിക്കുന്നത് കുടുംബ പശ്ചാത്തലത്തിലാണ്, അതോടൊപ്പം തന്നെ തൻ്റെ വിദ്യാലയ പശ്ചാത്തലത്തിലാണ്, അതോടൊപ്പം തന്നെ താൻ ജീവിച്ച കാലത്തിൻ്റെ സ്വഭാവ വിശേഷതകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, താൻ കടന്നുപോയ പുസ്തകങ്ങളെ ഓർമ്മിച്ചുകൊണ്ടാണ്, ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ സ്പർശിച്ചുകൊണ്ടാണ്. സ്വാഭാവികമായും ഓർമ്മകളുടെ വ്യാകരണം അതുതന്നെയാണ്. അതിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വിദ്യാഭ്യാസ കാലത്ത് പ്രത്യേകിച്ചും പ്രാഥമിക വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ ഡോക്ടർ കെ.എൻ. പണിക്കരുടെ അടുത്ത സുഹൃത്തായിരുന്ന ഒരു ബാലനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപക്ഷെ പണിക്കർ മാഷ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ആരും അറിയാൻ ഇടയാവാതെ ജീവിച്ച് അവസാനിച്ചു പോയ അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്ത്, അതാണ് ബാലൻ. അദ്ദേഹം പറയുന്നുണ്ട്, ക്ലാസ്സിൽ പ്രാഥമിക വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ഞങ്ങൾ രണ്ടുപേർ തമ്മിൽ മത്സരമായിരുന്നു. ചില കാര്യങ്ങളിൽ ബാലനായിരുന്നു മുന്നിൽ, ചില കാര്യങ്ങളിൽ ഞാനായിരുന്നു മുന്നിൽ. പക്ഷേ 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഫീസ് കൊടുക്കാനില്ലാത്തത് കൊണ്ട് ബാലന് പഠനം നിർത്തേണ്ടി വന്നു. പിന്നീട് ഞാൻ ഉപരിവിദ്യാഭ്യാസത്തിന് പോയപ്പോൾ ഞാൻ അറിഞ്ഞത് അവൻ ജീവിക്കാനുള്ള തത്രപ്പാടിൽ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൽ ജോലിക്കാരനായി ചേർന്നു. ക്ഷയരോഗം ബാധിച്ച് അവൻ മരിച്ചുപോയി. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ഇത് എടുത്തു പറയാൻ കാരണം, എൻ്റെ ഈഴവ സുഹൃത്ത് എന്ന് പണിക്കർ മാഷ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ അടയാളപ്പെടുത്തലിൽ നിന്ന് ബാബാ സാഹിബ് അംബേദ്കറിലേക്ക്, അതോടൊപ്പം തന്നെ അടിച്ചമർത്തപ്പെട്ട സാമൂഹ്യ വിഭാഗങ്ങളിലേക്ക് വലിയ അകലമില്ല. തൻ്റെ സൗഹൃദത്തെക്കുറിച്ച് ഓർമ്മിച്ചെടുക്കുന്നതിനിടയിൽ തന്നെ എന്തുകൊണ്ടാണ് ഏറ്റവും അടിസ്ഥാന ജനതക്ക് അവരാഗ്രഹിക്കുന്ന വിധത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭിക്കാത്തത്, എന്തുകൊണ്ടാണ് അവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നഷ്ടമാകുന്നത് എന്നുള്ളതിലേക്കുള്ള ഒരു ചെറിയ സംഭവമായി നമുക്ക് തോന്നും. പക്ഷേ വലിയൊരു സാംസ്കാരിക രാഷ്ട്രീയ വിശകലനത്തിലേക്കുള്ള വാതിലാണ് ഡോക്ടർ കെ.എൻ. പണിക്കരുടെ കലുഷിത കാലത്തിലെ ഈ സൗഹൃദത്തിൻ്റെ, ഇത് കേവലമായ സൗഹൃദമല്ല, വിടർന്ന് വികസിക്കാൻ കഴിയാതെ പോയ, വിടരുന്നതിന് മുമ്പ് തന്നെ കൊഴിഞ്ഞു പോകുന്ന എത്രയെത്രയോ പൂക്കൾ. ആ പൂക്കളിലൊന്നാണ് ബാലൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ പ്രതിസന്ധിയിലായത്, ക്ഷയരോഗം വന്നത്, അതിനെല്ലാം കാരണം നമ്മുടെ ഈ സാമൂഹ്യക്രമമാണ് എന്ന ഒരു സൂക്ഷ്മത അദ്ദേഹത്തിൻ്റെ ഈ അവതരണത്തിലുണ്ട്. 2, അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഇന്ന് ഓർത്തെടുക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ, തൊട്ടടുത്തുള്ള ഒരു മുസ്ലിം പള്ളി, ഒരു ക്രിസ്ത്യൻ ചർച്ച്, സൗഹൃദത്തോടെ സ്നേഹത്തോടെ ജീവിച്ച ഒരു കാലത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആ കാലത്ത് നിന്ന് നമ്മളിപ്പോൾ ഏതൊരു കാലത്തിലേക്കാണ് തലകുത്തി വീണിരിക്കുന്നത് എന്നാലോചിക്കാനുള്ള ഒരു സന്ദർഭം മാത്രമായി, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പകരം ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു ചരിത്ര പ്രതിഭ എന്ന അർത്ഥത്തിൽ അദ്ദേഹം ചരിത്രത്തെ കണ്ടത് നമ്മുടെ ജീവിതം തന്നെയായിട്ടാണ്. അന്തോണിയോ ഗ്രാംഷി മുസോളിനിയുടെ ഫാസിസ്റ്റ് തടവറയിൽ നിന്ന് മകൻ ഡീലിയോക്ക് എഴുതിയ ഒരു കത്തിൽ പറയുന്നുണ്ട്, ചരിത്രം നിനക്കിഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു. എന്തുകൊണ്ടെന്നാൽ അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കുറിച്ചാണല്ലോ. ചരിത്രം ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കുറിച്ചാണ് എന്നും അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒന്നായിരിക്കണമെന്നും ആഴത്തിൽ നമ്മെ ബോധ്യപ്പെടുത്താൻ നിരന്തരം ശ്രമിച്ച ഒരു നവഫാസിസ്റ്റ് കാലത്തിൻ്റെ ഭീഷണികൾക്ക് മുമ്പിൽ നിവർന്നു നിന്ന ഒരു മഹാചരിത്ര പ്രതിഭയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അദ്ദേഹം നടത്തിയ അപഗ്രഥനങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിന് തുടർന്നും വെളിച്ചം നൽകിക്കൊണ്ടിരിക്കും. ഇന്ന് ചരിത്രം അട്ടിമറിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ഡോക്ടർ കെ.എൻ. പണിക്കരെ അനുസ്മരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിലൊന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ചരിത്രം അട്ടിമറിക്കപ്പെടുന്ന കാലത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ചരിത്രമാവിധം അനുവദിക്കപ്പെടാൻ പാടില്ല എന്ന് നിർഭയം അധികാരത്തിൻ്റെ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറഞ്ഞ
അപൂർവം ചരിത്ര പ്രതിഭകളിൽ ഒരാളാണ് ഡോക്ടർ കെ എൻ പണിക്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആശയപരമായി മാത്രമല്ല ശാരീരികമായും പലതരം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും അപകടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുണ്ടായി. ബാബറി പള്ളി പൊളിച്ചത് ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് നേരിട്ട ഏറ്റവും വലിയ ഗുരുതരമായ പരിക്കാണ് എന്ന് ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമല്ല, ഇന്ത്യൻ നവഫാസിസ്റ്റുകളുടെ ബാബറി പള്ളി സംബന്ധമായ എല്ലാ അവകാശവാദങ്ങളും ചരിത്രവിരുദ്ധമാണ്, അതെല്ലാം കെട്ടുകഥകളിലാണ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്, അത് നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അരുൺ ഷൂരിയെപ്പോലുള്ള ആ കാലത്തെ സംഘപരിവാർ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചവർ എമിനൻ്റ് ഹിസ്റ്റോറിയൻസ് എന്ന പുസ്തകത്തിൽ ഡോക്ടർ കെ എൻ പണിക്കരെ റിംഗ് ലീഡർ, ലഹളത്തലവൻ എന്നാണ് വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ടുവേർഡ്സ് ഫ്രീഡം എന്ന പ്രോജക്റ്റ് ഇന്ത്യയിലെ നവഫാസിസ്റ്റുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ തങ്ങൾ സാമ്രാജ്യത്വ പക്ഷത്തായിരുന്നു എന്ന സത്യം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ഈ പരമ്പര വെളിപ്പെടുത്തും എന്നതിൽ ഭയപ്പെട്ട് ടുവേർഡ്സ് ഫ്രീഡം പ്രോജക്റ്റിനെതിരെ അവർ നടത്തിയ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ, അത് നിർത്തലാക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോഴും പൊരുതി നിന്ന ഡോക്ടർ കെ എൻ പണിക്കർ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ വിശദമായി നിർവഹിക്കപ്പെടേണ്ട, തുടർന്ന് ആത്മബോധമുള്ള മുഴുവൻ മനുഷ്യരും നിർവഹിച്ചുകൊണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഈ അനുസ്മരണം അവസാനിപ്പിക്കാം. അത് കേരള ചരിത്രത്തിൽ, ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ മാത്രമല്ല ലോക ചരിത്രത്തിൽ തന്നെ സൈദ്ധാന്തിക ചരിത്ര രചനയുടെ ഗംഭീരമായ മാതൃകയായി മാറിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദ ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന 1921 കർഷക സമരത്തെ അപഗ്രഥിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ നിന്ന് ഒരൊറ്റ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ആ ഗ്രന്ഥം സമർപ്പിച്ചിരിക്കുന്നത് സ്വന്തം അമ്മക്കാണ്. ഈ ഒരു ചരിത്രാന്വേഷണത്തിലേക്ക് ഡോക്ടർ കെ എൻ പണിക്കർ കടക്കാൻ തന്നെ കാരണം അത് അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ വിവരിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചു, കലുഷിതമായ കാലത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ സമാഹാരത്തിൽ അദ്ദേഹം കൃത്യം പറയുന്നുണ്ട്, എൻ്റെ അമ്മ ജീവിച്ചത് വളരെ മതസൗഹാർദ്ദപരമായ പശ്ചാത്തലത്തിലാണ്. അവർക്ക് ഒരു തരത്തിലുള്ള മതപരമായ മുൻവിധികളും ഉണ്ടായിരുന്നില്ല. എല്ലാവരോടും സ്നേഹപൂർവ്വമാണ് അവർ ജീവിച്ചത്. പക്ഷേ അവർ ചെയ്ത ഒരു കാര്യം, 1921 ഈ സൗഹൃദത്തോടെ ജീവിച്ച അതേ അമ്മ തന്നെ, അമ്മ ഉൾപ്പെടെയുള്ള കുടുംബത്തിലെ സ്ത്രീകൾ രാത്രി സമയം മുഴുവൻ ഉറക്കൊഴിഞ്ഞിരുന്ന് ചെമ്പിൽ എണ്ണ തിളപ്പിച്ച് കാത്തിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. 1921 സമരത്തെക്കുറിച്ച് നാടൊട്ടുക്കും വ്യാപിച്ച കിംവദന്തികൾ, കെട്ടുകഥകൾ, ആ കെട്ടുകഥകൾ പറയാൻ ശ്രമിച്ചത് എല്ലാ ഹിന്ദു വീടുകളും ആക്രമിക്കാൻ പോകുന്നു. ഈ കിംവദന്തിക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് നേരത്തെ മുസ്ലിങ്ങൾ അടക്കമുള്ളവരോട് വളരെ സൗഹൃദം പുലർത്തിയിരുന്ന തൻ്റെ അമ്മ പോലും, തൻ്റെ കുടുംബാംഗങ്ങൾ പോലും ഈ വിധം പെരുമാറുന്നത് എന്നോർത്തപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള ഉത്കടമായ ആഗ്രഹത്തിൽ നിന്നാണ് 1921 കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സമഗ്രമായ പഠനം ആരംഭിക്കുന്നത്. സാധാരണഗതിയിൽ ആത്മനിഷ്ഠമായ ഒരു അവസ്ഥയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ഇത്തരം കിംവദന്തികൾക്ക് കാതുകൊടുക്കുന്ന ഒരു ഗാർഹികാന്തരീക്ഷത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു കടക്കുക വളരെ പ്രയാസമാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കിംവദന്തികളിൽ നിന്ന് എത്രയോ ചരിത്ര വസ്തുതകൾ ഇത് സംബന്ധമായി പുറത്തു വന്നിട്ടും പലരും പുറത്ത് കടന്നിട്ടില്ല. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഡോക്ടർ കെ എൻ പണിക്കർ തൻ്റെ ഗാർഹിക പ്രത്യയശാസ്ത്രത്തിന് അപ്പുറത്തേക്ക്, തൻ്റെ വ്യക്തിപരതയുടെ ചെറിയ ലോകത്തിന് അപ്പുറത്തേക്ക് ഈ ഒരു കാര്യത്തെ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ, അതുമാത്രമല്ല മത നേതാക്കൾ, ഉലമാക്കൾ ഈ സമരത്തിന് നൽകിയ ഊർജം, അത് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ കൃത്യം അടയാളപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ 1921 ലോക ശ്രദ്ധയിൽ കൃത്യം അടയാളപ്പെടുത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ ചരിത്രപരമായ ചുവടുവെപ്പ്, ഗംഭീരമായൊരു ചുവടുവെപ്പ് മലയാളത്തിൽ തുടക്കം കുറിച്ചത് ഡോക്ടർ കെ എൻ പണിക്കരാണ്. അക്കാദമികമായ അർത്ഥത്തിൽ തുടക്കം കുറിച്ചത് ഡോക്ടർ കെ എൻ പണിക്കരാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇരുട്ട് വ്യാപിക്കാൻ പോവുകയാണ് എന്ന് 2002 ഗുജറാത്ത് വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ ഇതിനെതിരെ നിതാന്തമായ ജാഗ്രത ഇന്ത്യയിൽ വളർന്നു വരുന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാ മതനിരപേക്ഷ മൂല്യങ്ങളെയും കടപുഴക്കി എറിയുന്ന
വലതുപക്ഷത്തിൻ്റെ പ്രതിവിപ്ലവത്തിൻ്റെ നവഫാസിസത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ ആ അനുസ്മരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആവശ്യപ്പെടുന്നത് മതനിരപേക്ഷത, ജനായത്തം, ബഹുസ്വരത, സൗഹാർദ്ദം, സംവാദം എന്നീ മൂല്യങ്ങൾക്ക് ജീവിതം കൊണ്ട് കാവൽ നിൽക്കാൻ ഇനിയും മരിച്ചിട്ടില്ലാത്ത ഞങ്ങൾ ബാക്കിയുണ്ട് എന്ന പിന്മടക്കമില്ലാത്ത പ്രതിജ്ഞയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണകൾ വരുംകാല സമരങ്ങൾക്കുള്ള സ്രോതസ്സായി തീരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.